നമ്മുടെ സാന്റ സൈക്കിളും ചവിട്ടി പോകുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തിന്റെ കളർ ഞാൻ പറയുന്നത് ഒരു യെല്ലോ കളർ ആയിരിക്കും എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റുകളുടെ ഇടയിൽ കൂടെ കിടന്ന് കറങ്ങുന്നു ഗൈസ്. ഗൈസ് ഹലോ അയ്യോ പേടിച്ചു പോയാ ഗൈസ്. ഇന്ന് ഞങ്ങൾ ഇപ്പൊ എവിടെയാണെന്നറിയോ? എവിടെയാ? ഞങ്ങൾ നടു റോട്ടിലാണ് ഗൈസ്. നമ്മളൊരു സ്ഥലം വരെ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഇറങ്ങി. എങ്ങോട്ടേക്കാ പോകുന്നത്? നമ്മളില്ലേ ലൈറ്റ്സ് കാണാൻ വേണ്ടി, അടുത്ത സെറ്റ് ഓഫ് ലൈറ്റ്സ്, അതായത് ഫോർട്ട് കൊച്ചി പോകാൻ ഇറങ്ങി. ഫോർട്ട് കൊച്ചിയിലെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വൈബ് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കിട്ട് വരാൻ. അതാണ് നമ്മൾ രാത്രി ഇറങ്ങിയേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 9-9:30 ഒക്കെ ആയി ഗൈസ്. സോ നമുക്ക് നേരത്തെ പോയിട്ട് വരാന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഇത് തന്നെ ഇതിൽ കുറച്ചു മുമ്പ് നേരത്തെ നമ്മൾ പോവാൻ നോർത്തു, പക്ഷെ നടന്നില്ല. കുറച്ച് ലേറ്റ് ആയി. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി. നേരത്തെ എനിക്ക് കുറച്ച് വയ്യായിരുന്നു, അപ്പൊ ഞാൻ അങ്ങനെ കിടന്നുപോയി, കോൾഡൊക്കെ പിടിച്ച് കിടന്നുപോയി. ഇപ്പൊ കുറച്ച് തല പൊങ്ങിയപ്പോ അങ്ങനെ പോയേക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് പോവല്ലേ? യെസ്. നമ്മളെ ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ ഇറങ്ങുമ്പോൾ ഒരു അമ്പലത്തിലെ ഒരു ഉത്സവമാണ് ഗൈസ്. സോ അതിന്റെ ലൈറ്റ്സ് ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ഗൈസ്, ഈ റോഡിൽ ഫുള്ള് ലൈറ്റ്സ് ആണ്. നീ അങ്ങോട്ടേക്ക് പോകുമ്പോ നമുക്ക് കാണാം. അത് നമുക്ക് ഫ്രണ്ട് പോകുമ്പോ കാണിക്കാം. നീ എടുത്തു. അതിലല്ലേ ലൈറ്റ്സ് കളറ് മാറിക്കൊണ്ടിരിക്കും. റെഡ് ഓറഞ്ച് കളർ, ഓറഞ്ച് ആയിട്ടുണ്ട്. രണ്ടാമത് മാറുന്നില്ല കേട്ടോ. ബ്ലൂ ആയി. രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമ്മള് ദൂരേന്ന് ഇത് കണ്ടപ്പോലെ ഇവിടെയാണ് അമ്പലം ഉള്ളത്. നമ്മള് ദൂരേന്ന് കണ്ടപ്പോ ഭയങ്കര ഒരു സംഭവം ഒന്ന് പെട്ടെന്ന് വിചാരിച്ചു. ഇവിടെ അമ്പലത്തില് പരിപാടി നടക്കുന്നുണ്ട്. കൊള്ളാല്ലേ? കാണുന്നുണ്ടോ? പോവാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്, നമുക്ക് നേരത്തെ കുറച്ച് വേഗം പോവാനുണ്ട്. അതുകൊണ്ട് പോയിട്ട് ഇനി വന്നിട്ട് ഇവിടെ ഈ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇപ്പൊ കണ്ടു നിന്നാ നമ്മുടെ പോക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അതെ, നമ്മുടെ പോക്ക് നടക്കില്ല. മരത്തിലെ പച്ച ലൈറ്റ്, ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആൻഡ് ലൈറ്റ്സ്. കാണാൻ പറ്റും. അല്ലേ ലൈറ്റ്സ് ഒക്കെ കാണുന്നത്? അതെ. നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം. ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ നമ്മൾ കാണിക്കാം ഗൈസ്. നമ്മള് കടവന്ത്ര എത്തി. കടവന്ത്രയിൽ നിന്ന് നമ്മൾ ഇനി കുറച്ചുകൂടെ ഒരു അരമണിക്കൂർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് 2 റൂട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് കാക്കനാടിന്ന് ഫോർട്ട് കൊച്ചി പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് മറ്റേ നെട്ടൂർ ആ റോഡ് കയറി മരട് കയറി പോകുന്ന തോന്നുന്നു അല്ലേ? നെട്ടൂർ കൊണ്ട മരട് കയറി പോകുന്ന റോഡും, രണ്ടാമത് എറണാകുളം കയറി ഇതിലെ കൂടെ പോകുന്ന റോഡും. ഞങ്ങൾ ഇതിലെ കൂടെ പോയാൽ പിന്നെ ലൈറ്റ്സ് എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ റോഡില്. സിറ്റിയിലുള്ള ഈ ഡൗൺ ടൗണിലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഒക്കെ കണ്ടു പോകാൻ പറ്റുമെന്ന് ഓർത്ത് ഇതിലെ കൂടെ വന്ന് ഗൈസ്. കുറച്ച് ഷോപ്പൊക്കെ കണ്ടു പോവാന്ന് ഓർത്തിട്ട്. അപ്പൊ അതാണ് ഇന്ന് ഇതിലെ കൂടെ വന്നത്. സൗണ്ട് ഒക്കെ പോയിട്ടോ? സൗണ്ട് പോയോ? എവിടെ പോയി സൗണ്ട്? എന്റെ സൗണ്ട് പോയി ഗൈസ്. കോൾഡ് ഒക്കെ ഉണ്ട്. പാവം കൊച്ചിന് കോൾഡാണ് ഗൈസ്. സൗണ്ട് ഒക്കെ പോയി. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആയിട്ട് നീ കാണുന്നത്? ഞാൻ കണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. സൈഡിലുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഗൈസ്. നമ്മള് പാലം കേറി. ഇത് ഏത് പാലമെന്ന് എനിക്കറിയില്ല. നമ്മള് തോപ്പുംപടി കുറച്ചും കൂടെ ഫ്രണ്ട് പോയിട്ട്, ഇത് രവിപുരം കഴിഞ്ഞിട്ട് നമ്മള് ഫോർട്ട് കൊച്ചി കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ഗൈസ്. ഈ പാലം ഏതാന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യും ഗൈസ്. നമുക്കറിയില്ല പാലത്തിനെ കുറിച്ച്. അവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് ആട്ടാ. അവിടെ കൊറേ റിസോർട്ടും അതുപോലത്തെ സെറ്റപ്പ് ആയിരിക്കും. അതാ ഫുള്ള് ലൈറ്റ് അവിടെ.
ഇവിടെയാണോ നീ പറഞ്ഞ മറ്റേ റിസോർട്ടൊക്കെ? ഏത് റിസോർട്ട്? ലാസ്റ്റ് ഡേ പറഞ്ഞില്ലേ? ഏതാ? അയ്യോ, സീകളോ? സീകൾ ഇവിടെ അല്ല, സീകൾ ഫോർട്ട് കൊച്ചിയില്. സീകളൊക്കെ മെയിൻ ആണ് ഫോർട്ട് കൊച്ചിയില്. ശരി ശരി. സീകൾ അറിയില്ലെങ്കിൽ നീ എന്താ ആദ്യം. നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. പോകുന്ന വഴിക്ക് നമ്മളൊരു നല്ലൊരു വീട് കണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ഡെക്കറേഷൻ അല്ലേ? ഫോണിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. സ്റ്റാർ ഒക്കെ വെച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. വേറൊരു വേൾഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് ഡെക്കറേഷൻസ് ലൈറ്റ്സും ആയിരിക്കും. നമ്മൾ ഫോട്ടോ ചെത്തിയില്ല, എല്ലാ വീട്ടിലും ഇതുപോലത്തെ വെറൈറ്റി ഓഫ് കളേഴ്സ്, ലൈറ്റ്സും ബൈക്സും സ്റ്റാറും എല്ലാം ഉണ്ടാവും. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ നല്ല രസം ഉണ്ടാവും. എല്ലാ വീട്ടിലെ ഡെക്കറേഷനും കണ്ടാ കൊറേ ഇട്ടിട്ടില്ലേ? ഇത് കണ്ടോ ഇവിടെ ഒന്ന് നമ്മുടെ സാന്റ സൈക്കിളും ചവിട്ടി പോകുന്നുണ്ട്. സാന്റ ഹാപ്പി ആയിട്ട് സൈക്കിളും ചവിട്ടി പോകുന്നുണ്ട് ഗായ്സ്. സാന്റ നല്ല ഹാപ്പി ആയിട്ട് സൈക്കിളും ചവിട്ടി പോകുന്നുണ്ട്. വൈബ് അടിച്ച് പോകുന്നുണ്ട്. കുട്ടി സാന്റ. ഈ വീട്ടിൽ ലൈറ്റ് നോക്ക്. ഇതാണ് അടുത്ത ദിവസം ഇവിടെ വൈബാവാൻ പോകുന്ന ട്രീ. യെസ് ഗായ്സ്, നമ്മള് ഫോർട്ട് കൊച്ചിയിൽ ട്രീ ലൈറ്റ് ചെയ്യാൻ പോകുന്ന ഈ ട്രീയിലാണ് നമ്മ ലൈറ്റ് ചെയ്യുന്നത് സാധാരണ ഇവര്. ഈ വർഷം ഏത് കളർ ആയിരിക്കും അത് ട്രീ? ഗസ്. ഗ്രീനാ? ലാസ്റ്റ് ഇയർ ബ്ലൂ ആയിരുന്നില്ലേ? ആണെന്ന് തോന്നുന്നു. ഞാൻ എന്നെ കണ്ടിട്ടും കാര്യമില്ല, ഞാൻ മാസിന്റെ ഭൂതത്തിനെ പോലെ. എന്നിട്ട് എന്തിനാ എന്നെ കാണുന്നില്ലെന്ന് പറയുന്നത്? അപ്പൊ ഈ വർഷത്തിന്റെ കളർ ഞാൻ പറയുന്നത് ഒരു യെല്ലോ കളർ ആയിരിക്കും എന്നാ പറയുന്നത്. നീ ഗ്രീനാ? അപ്പൊ നമുക്ക് നാളെ അറിയാം ഗൈസ്. 25th ഇവര് ട്രീ ലൈറ്റിംഗ് ചെയ്യുന്നത് അവര്. സോ 25th നാളെ നമുക്ക് കാണാം ഈ വർഷത്തിന്റെ ക്രിസ്മസ് ട്രീയുടെ കളർ ഏതാന്ന്. ചിലപ്പോ എല്ലാം മിക്സ് ചെയ്തിട്ട് വിട്ടാലോ. ഇന്നലെ ഇവർക്ക് ഈ സ്റ്റാർ ലൈറ്റ് ഓൺ ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ സ്റ്റാർ ആണ് മുകളിൽ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഗൈസ്. സോ നാളെ നമുക്ക് ട്രീ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നാളെ നമുക്ക് വരാൻ പറ്റത്തില്ല. എന്റെ തല തിരക്കുണ്ട്, വൈബുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതെ. എവിടെയാ നമ്മൾ എത്തിയേക്കുന്നത്? ഏതോ ഒരു സ്ട്രീറ്റിലെത്തി. ഏതാ? ഡെൽറ്റ സ്റ്റഡീസ് ഇംഗ്ലീഷ് മീഡിയം. ഈ ഡെൽറ്റ സ്റ്റഡി ഇംഗ്ലീഷ് മീഡിയം. ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഗൈസ്, നല്ല ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ കുറെ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. നമ്മളൊന്നും കഴിക്കാനുള്ള മൈൻഡ് നമുക്കില്ല അല്ലേ? അവര് ഫിഷിനൊക്കെ ഒരു ചില്ലിൻ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ 2-3 ഇതിന്റെ അകത്ത്, കൂടിന്റെ അകത്ത്. സോ ദാറ്റ് നമുക്ക് അതിന്ന് ഇഷ്ടമുള്ള ഒരു ഫിഷ് സെലക്ട് ചെയ്ത് ഇവിടെ കുറെ ഫോറിനേഴ്സ് ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കുറെ ഇഷ്ടം പോലെ. ഒരു വേറെ സെറ്റപ്പ് അല്ലേ? നമ്മള് തായ്ലൻഡ് ഒക്കെ പോയ പോലെ ഒരു വൈബില്ലേ? വർക്കലയാ? തായ്ലൻഡ് വൈബില്ലല്ലേ? അത്ര വൈബ് വന്നിട്ടില്ലല്ലേ? ഒരു വർക്കല വൈബാണ് ഗൈസ്. നമ്മളെന്തേലും കഴിക്കുന്നുണ്ടോ? അകത്ത് കുറെ ഷോപ്സ് ഉണ്ട്. ഈറ്റ് കൊച്ചി അല്ല കേട്ടോ, ഇത് ഈറ്റ് കൊച്ചി മാത്രം. കഫേ ക്യൂബ ഉണ്ട്, പിന്നെ കുറെ സാൾട്ട് ആൻഡ് പെപ്പർ, കുറെ ഷോപ്സ് ഉണ്ട് ഇവിടെ. ആരും ഹെൽമെറ്റ് വെച്ച് പോയിട്ടില്ല കേട്ടോ. ഇവരെന്താ അവിടെ കിടന്ന് കാണിക്കുന്നത്? ഹെൽമെറ്റ് ആരും ഒന്നും എടുക്കുന്നില്ല. ഹെൽമെറ്റ് എടുത്ത് നടക്കണോ? അതാ നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് എടുത്ത് നടക്കാം ഗൈസ്. നമ്മളെ വണ്ടി അവിടെ വെച്ചു. സോ ഹെൽമെറ്റ് ആരും വെച്ച് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ മാത്രം വെച്ച് പോയിട്ട് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ട് പോയാൽ പിന്നെ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ഹെൽമെറ്റ് ഇല്ല. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റ് എടുത്തിട്ട് പോവാം ഗൈസ്. ഇവിടെ ഇരുന്ന് ഒരു സാന്റ മരത്തിന്റെ മുകളിൽ ഇരുന്ന് ടാറ്റ കാണിക്കുന്നു നമുക്ക്. ടാറ്റ പോവാം. ഈ കടയിൽ നല്ല പെർഫ്യൂം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പെർഫ്യൂം വാങ്ങുന്നുണ്ടോ? പെർഫ്യൂം നിന്റെ ഒരു വീക്ക്നെസ് അല്ലേ? അത് എന്റെ വീക്ക്നെസ് ആണ്. എന്തെങ്കിലും നോക്കുന്നുണ്ടോ പെർഫ്യൂം? ഹായ് പറയുന്നു സാന്റ. ഹായ് പറയുന്നു. ഇവിടെ കുറെ നല്ല നല്ല
ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇഷ്ടംപോലെ, ലൈറ്റ്സ് വെച്ചിട്ട്. കുറച്ച് കടയൊക്കെ അടച്ചു. ആ ഷോപ്സ് കുറച്ചൊക്കെ ക്ലോസ് ചെയ്തു, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഇന്നലെ കഴിക്കണോ? കഴിക്കാനൊന്നും എനിക്കായിട്ടില്ല, വിശക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. അതിന് മമ്മി ഇന്ന് കാണിച്ചു തന്ന ഷോപ്പില്ലേ, അതിന്റെ വൈറ്റ്. ഏതാ? മമ്മി നേരത്തെ ഒരു ബ്ലൂ. ആ വൈറ്റ് എടുത്ത് മമ്മി കൊണ്ടു കൊടുത്താലോ? അവിടെ ഇരിക്കുന്ന വൈറ്റാ അതില്? മമ്മി ഏതിനാ കാണിച്ചത് അമ്മ? എടാ നേരത്തെ ഒരു ഡ്രസ് കാണിച്ചു തന്നില്ലേ നമുക്ക്? ആ 2-3 കാണിച്ചു തന്നെ. ഞാൻ ഏതാ ഓർക്കേണ്ടത്? എടാ അതില് നമ്മള് നല്ലന്ന് പറഞ്ഞ ഒരു ഡ്രസ്. അതിന്റെ ഒരു പാറ്റേൺ ഉണ്ട് മറ്റതിന്. ഓക്കേ. സോ എല്ലാരും എങ്ങോട്ടാ പോകുന്നത്? എല്ലാരും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കഫേ ആൻഡ് ബേക്കറി. ഇതാണ് ഗൈസ് ഇവിടെ ഇതിന്റെ അകത്ത് സ്ട്രീറ്റിലുള്ള വൈബ്. നമുക്ക് പിന്നെ വലിയ ഗ്രൗണ്ടിൽ കുറച്ച് നല്ല ലൈറ്റ്സും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഫുഡ് കോർട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റിവലോ അതുപോലെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെയാണ്. നമ്മൾ ജസ്റ്റ് ഈ സ്ട്രീറ്റിലെ വൈബ് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു. എന്നാ ശരി, നമുക്ക് ഈ സ്ട്രീറ്റിൽ ഇനി അങ്ങോട്ട് നടക്കണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടെ പോയിട്ട് നമുക്ക് അന്ന് വണ്ടി എടുത്തിട്ട് വന്നിട്ട് അങ്ങോട്ട് നടന്നാലോ? ഇത് ജസ്റ്റ് ഫോർട്ട് കൊച്ചിയുടെ ഈ എൻഡിലാ നമ്മൾ വന്നിട്ട് അങ്ങോട്ടേക്ക് കയറി ബീച്ചിന്റെ സൈഡ് നടക്കാം. അതിന്റെ ഷോപ്സ് ഒക്കെയാണിത്. ഇത് നോർമലി എപ്പോഴും ഉള്ള ഷോപ്സ് ഇത്. നല്ല ഇൻ ദി സെൻസ് ലോക്കൽ ഷോപ്സ് ഒക്കെ ഉള്ളത്. ആ സൈഡ് കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഷോപ്സ് ഒക്കെ. അത് കുറച്ച് കഫേ അങ്ങനത്തെ ടൈപ്പാ, കുറച്ച് കോസ്റ്റ്ലി ആണ്. ആ സ്ട്രീറ്റ് തന്നെ നല്ല രസമാണ്. ഇത് നോർമൽ സ്ട്രീറ്റ് നമ്മളെ ഇന്ത്യൻ, അത് കുറച്ചും കൂടെ വെസ്റ്റേൺ ടച്ച്. നമ്മളെ കൊന്നേനെ ഇപ്പൊ ആള്. ഈ വിങ്സ് ഓഫ് ഫയർ കൊറേ ആയിട്ടിട്ട് ഇവിടെ എന്താ അവന്റെ ഹോൺ ആയിരുന്നു. ഒരു മറ്റേ സൈക്കിള് പണ്ട് ആ സൗണ്ട് കേട്ടാ നമ്മളൊക്കെ ഓടിപ്പോയായിരുന്നു. ഐസ്ക്രീം കൊണ്ട് ഒരാള് ഇങ്ങനെ റോഡിൽ കൂടെ പോകും, പെട്ടെന്ന് ഓടിപ്പോവും. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്നേക്കണം. അല്ലേ പുള്ളി വണ്ടി കൊണ്ട് അങ്ങനെ പോയേക്കും. ഈ സൗണ്ട് കേട്ടപ്പോ എനിക്ക് അത് ഓർമ്മ. അത് വെച്ചേക്കുന്നത് പജേറോക്കി. അത് അങ്ങനെ തന്നെയാണോ? അറിഞ്ഞൂടാ. അതെ അങ്ങനെ തന്നെയാ. ഇവിടെയാണ് നമ്മളിപ്പോ വന്നത്. നമ്മൾ വീണ്ടും ഇവന്റെ പുറകെ പോണ്ട, ഇവൻ ഡേഞ്ചറാ. ഈ സ്ട്രീറ്റ് എന്താന്ന് നോക്കാം. ഈ സ്ട്രീറ്റിൽ എന്താന്ന് നോക്കാം നമുക്ക്. ഇവിടെ ബാറുണ്ട്, ബാറ്. ഇങ്ങനെയാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റുകളുടെ ഇടയിൽ കൂടെ കിടന്ന് കറങ്ങുന്നു ഗൈസ്. അതെ, ചെറിയ ചെറിയ റോഡാണ്, ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഇതിലെ കൂടെ ഇങ്ങോട്ടാണ് പോയത്. ഇപ്പൊ ഇതിലെ കൂടെ ഇങ്ങോട്ടാ പോയി. ഇപ്പൊ ഇതിലെ കൂടെ കറങ്ങി ഇങ്ങോട്ട് വന്നു. അതെ, നമ്മള് കറങ്ങി കറങ്ങി എവിടെ എത്തി? നമ്മൾ ഈ സ്റ്റാറിന്റെ അവിടെ എത്തി ഗൈസ്. ഈ സ്റ്റാർ കൊറേ പേര് സ്റ്റോറി ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ സ്റ്റാർ ഉണ്ടാവല്ലോ ഇവിടെ. നല്ല ആ ലൈറ്റ്സ്, അകത്തുള്ള ചെറിയ ചെറിയ ലൈറ്റ്സ് ഇല്ലേ, നല്ല രസമുണ്ട്. സ്റ്റാർ നല്ല രസമുണ്ട്. വലിയ സ്റ്റാറാണ് ഗൈസ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു ചെറിയ സ്റ്റാർ പോലെയൊക്കെ തോന്നും. ഇവിടെ എന്താ ഇത്ര തിരക്ക്? ഈ ഐസ്ക്രീമിന്റെ ഷോപ്പിൽ ക്രീം ബൺ, മറ്റേ ബൺ മസ്ക് ആണോ? വേറെന്തോ ഒരു വെറൈറ്റി ആണ് ഇവിടെ. ഈ സ്റ്റാറിന്റെ ഫ്രണ്ടിൽ ഒരു ഷോപ്പുണ്ട് ഗൈസ്, ക്രീം ബൂം എന്ന് പറഞ്ഞ്. ഭയങ്കര തിരക്കാണ് ഈ ഷോപ്പിൽ. ഇവിടെ എന്താ കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന ഞാൻ കാണാം. ഐസ്ക്രീം അല്ലേ? നമുക്ക് ആദ്യം കയറി സ്റ്റാർ ഒന്ന് കണ്ടിട്ട് പോവാം. ഓ, ഇവിടെ കുറേ ലൈറ്റ്സ് ഇട്ട് സെറ്റൊക്കെ ഉള്ള ട്രീ ഒക്കെ നല്ല രസമുണ്ട്. അതെ, ട്രീ ഒക്കെ സ്റ്റാറിന്റെ അവിടെ നിന്ന്. ഓ, നമ്മൾ സ്റ്റാർ കണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. സ്റ്റാർ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ സ്റ്റാർ പോലെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്ട്രീറ്റിലെല്ലാം കറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കുറച്ച് 2-3 സീറ്റ് മാത്രമല്ലേ കുറച്ചും കൂടെ ലൈറ്റ് നല്ല വൈബ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആയിട്ടില്ല, ന്യൂ ഇയർ ആവുന്നല്ലേ ഉള്ളൂ, ക്രിസ്മസ് ആയിട്ടേ ഉള്ളൂ. സോ ക്രിസ്മസിന്റെ അത്ര ഉള്ള ഒരു വൈബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി
പതിയെ പതിയെ ന്യൂ ഇയർ ഒക്കെ ആവുമ്പോ കുറച്ച് നല്ല വൈബൊക്കെ ആവും തോന്നുന്നു. മറ്റേ അപ്പുറത്ത് സ്റ്റാർ ഇടുന്ന ഒരു ഗ്രൗണ്ട് ഇല്ലേ, ലൈറ്റ് ഇടുന്ന ഒരു ഗ്രൗണ്ട്. ഏത്? അത് വലിയ ഗ്രൗണ്ട്. വലിയ ഗ്രൗണ്ട്. നമ്മളിത് പരേഡ് ഗ്രൗണ്ട്. അങ്ങോട്ട് പോവാം. അതിലെ കൂടെ പോയിട്ട് ജസ്റ്റ് അങ്ങനെ കേറിയിട്ട് ഇറങ്ങി കേറുന്നുണ്ടോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ കണ്ടു പോവാം. എന്ത് വേണേ ചെയ്യാം. സമയം എത്രയാ? ഓൾമോസ്റ്റ് ഒരു 11 മണി ആയിട്ടുണ്ടാവുമല്ലോ. 11:07. എന്തേലും കഴിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ? ദാഹിക്കുന്നില്ലേ? ഓക്കെ, നമുക്കെന്നാ എന്തേലും കുടിക്കാം. കോൾഡും ഹോട്ടും ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു കഫേ ആണോ? എനിക്ക് നോർമൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കുടിച്ചാൽ മതി. കഫേ ആണെങ്കിൽ കഫേ. ഓക്കെ, നമുക്ക് ഏതെങ്കിലും നോക്കാം, തപ്പി കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഇവിടുന്ന് ഇറങ്ങാം. എനിക്ക് ഹൈഡ്രജൻ ബലൂൺ വേണോ? ഈ ബലൂൺ വാങ്ങിയിട്ട് കൊണ്ടുപോകാനാ? എനിക്ക് വെക്കാൻ റൂമില്. അതാ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോകാനാ? എന്നിട്ട് അത് കൈവിട്ട് ഇതിന്റെ വിടണം. അപ്പൊ അത് മോള് തട്ടി നിക്കും. നമ്മളെ ടെറസില് ഇതില് കോൺക്രീറ്റിന് തട്ടി നിക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോ അത് തന്നെ മയങ്ങി താഴെ വീണ് കിടക്കും. ഇത് ഇങ്ങനെയാ ഒരു ദിവസം നിക്കുള്ളൂ. പണ്ട് നമ്മളെ ബലൂൺ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ബലൂണില്ലേ, അതിലായിരുന്നു ഹൈഡ്രജൻ ബലൂണും ഉണ്ടായിരുന്നെ. എന്താ പറയാ, റബ്ബർ ആ സാധനത്തില്. ഓക്കെ, ഇപ്പൊ അത് വേറെ റബ്ബറിലായിരുന്നു. അത് കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്ക് ബലൂൺ പോലെ. ഞാൻ രാത്രി ഇത് വിടും. ഒരു ദിവസം കയ്യിൽ നിന്ന് പോയി മോളിൽ പോയി, എന്നിട്ട് വീടിന്റെ മോളിൽ ഇങ്ങനെ തട്ടി നിന്ന് രാവിലെ എണീറ്റ് വെക്കുമ്പോ അത് തന്നെ താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അത് കാറ്റിങ്ങനെ ലൈറ്റ് ആയിട്ട് പോയി പോയി ചെറുതായി, അത് കുഞ്ഞായി. ഇത് പോവാന്നറിയില്ല. ഇത് കുറച്ചും കൂടെ ഇത് അങ്ങനത്തെ ബലൂൺ അല്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ചും കൂടെ നിക്കും തോന്നുന്നു. ഇത് കുറച്ച് കട്ടിയുള്ളതാ. ഇതൊക്കെ വാങ്ങിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വണ്ടിയിൽ. നല്ലതായിരിക്കും ഇങ്ങനെ മോള് പിടിച്ച് കൊണ്ടുപോയി നമ്മള് സെന്റർ ഓഫ് അട്രാക്ഷൻ. വാങ്ങുന്ന കാണട്ടെ. വേണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് സങ്കടമായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ബലൂണ് വെക്കുന്ന അവരവിടെ തന്നെ കിടന്നുറങ്ങുന്നത്. ഒരു ചേച്ചിയും അവരെ 2 പിള്ളേരും. അത് നമ്മള് വീഡിയോയിൽ കാണിക്കുന്നില്ല, നമ്മൾ കാണുന്നതേ ഉള്ളൂ. സോ അത് നമ്മൾ അവരെ കാണിച്ച് നമ്മൾ അതെല്ലാം അത് നമ്മൾ പോർട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്നില്ലല്ലോ. ഇതിന്റെ ഈ ഒരു ഗ്രൗണ്ടില് അവരങ്ങനെ നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് വിഷമം തോന്നുന്നു. ഇപ്പൊ നമുക്ക് പിള്ളേര് 2 കുഞ്ഞു പിള്ളേരും കിടന്നുറങ്ങുന്നത്. നമുക്കൊക്കെ കേറി കിടന്ന് ഉറങ്ങാൻ ഒരു വീടുണ്ടല്ലോ. അത് ഇങ്ങനത്തെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. നമുക്കത് ഉണ്ടായതില് ഒരു നല്ല കാര്യമായിട്ട് തോന്നും. നല്ല കാര്യം വെച്ചാ അതേലും ഉണ്ടല്ലോ. അതെ, നമുക്ക് അതേലും ഉണ്ടല്ലോ. അതില്ലാത്തത് കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉറങ്ങുന്നവരൊക്കെ ഉണ്ട്. നമ്മള് രാത്രി ഉറങ്ങാൻ കഷ്ടപ്പെടട്ടെ. ഇത് കാണുമ്പോ ഇത്രയും ലൈറ്റ്സിന്റെ ഉള്ളിൽ ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് നിരങ്ങി പോകുന്ന സ്ഥലത്ത് കിടക്കേണ്ടി വരുമ്പോ വെരി ഡിഫിക്കൽട്ട്. എനിക്ക് കണ്ടിട്ട് തന്നെ വിഷമം വരുന്നു. ഓക്കെ, നമുക്ക് പോവാം. അതെ ഗൈസ്, നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ഇവിടെ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഫുഡ് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഗൈസ് ഒരു ചായ പറഞ്ഞു. ഞാനൊരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. നീ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? അവളെ കോഫി ആയിട്ടുണ്ട്. അയ്യോ, എന്താ അധികം അടുത്ത ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷെ എനിക്ക് കോൾഡാ. സീനൊന്നും ഉണ്ടാവില്ല. ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. പോകുമ്പോ ടാബ്ലറ്റ് വാങ്ങിട്ട് പോകും. ആണോ? എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര വേന എടുക്കുന്നുണ്ടോ? അടഞ്ഞിരിക്കുക മൂക്ക്. എനിക്കും ആദ്യം 2-3 ദിവസം ഉണ്ടായിരുന്നു കോൾഡ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അത്രയില്ല. എന്താ പതിയെ മാറി. ഞാൻ രണ്ട് ടാബ്ലറ്റ് 2-3 പ്രാവശ്യം ടാബ്ലറ്റ് കഴിച്ചു. ചെസ്റ്റും കോൾഡും കഴിച്ചിട്ടുണ്ട്. പക്ഷെ മാറിയിട്ടില്ല. പിന്നെയുണ്ട് എനിക്ക് ആ ഒരു ഫീല് മാറിയിട്ടില്ല. അടഞ്ഞിരിക്കുന്നേ. അപ്പൊ അത് എപ്പോ വേണേലും നെക്സ്റ്റ് അടുത്തത് വരാം. ആ ഒരു അവസ്ഥയിലാണ്. ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. നാളെ നമ്മൾ ഒരു ടാബ്ലറ്റും കൂടെ കഴിച്ചിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി നോക്ക്. സെറ്റാവും. 2 ദിവസത്തിൽ നാട്ടിൽ പോണ്ടേ? വീട്ടിൽ പോവാണ്. അപ്പോഴേക്കെല്ലാം ശരിയാവണം. ഒരു ചെറുതുണ്ട്. അതെ, അതിനൊന്നും പറ്റാൻ പാടില്ല. എടുക്കാൻ വയ്യ. അതെ, അതുകൊണ്ട് അപ്പോഴേക്ക് മാറണം. അതുകൊണ്ട് ടാബ്ലറ്റ് മരുന്ന് എടുക്കണം. ചുമയുടെ മരുന്ന് ആയില്ലെങ്കിൽ നാളെ വേണേ ഹോസ്പിറ്റലിൽ പോയി നോക്കാം.
നോക്കാം. തരുന്ന എല്ലാ സാധനവും നമ്മളേലുണ്ട്. ഉണ്ട് എന്താ വെച്ചാ എല്ലാ പ്രാവശ്യം പോയി വാങ്ങുന്നുണ്ടല്ലോ. അതെ, നമ്മള് കോൾഡ് വരുമ്പോഴേക്ക് പോയി കാണിക്കാറുണ്ട്. വേണേ പോകാവുന്നതാണ്, നോക്കട്ടെ. നമ്മള് വെച്ചോണ്ടിരിക്കാറില്ല, കോൾഡ് വന്നാൽ അപ്പൊ പോയി കാണിച്ചോളൂ. ഇതിന് ബാക്കിൽ എന്തോ ഒരു വലിയൊരു ബിൽഡിങ്. ആ ഇതല്ലേ ആ മോള്, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഇവിടെ ഒരു പുതിയ മോള് വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ഒരു വലിയ മോള് വരുന്നെന്ന് പറഞ്ഞു. ഓപ്പൺ സ്പേസിലാണേ. ആ ഓപ്പൺ സ്പേസ് മോള് പോലെയാണ് വരുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ആണോ ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ട് ഇതുപോലെ തോന്നുന്നു. ഫോർട്ട് കൊച്ചിയില് ബിനാലെ എന്ന് വെച്ചാൽ വേറൊരു സംഭവല്ലേ, കൊറേ ആർട്ടൊക്കെ ഇങ്ങനെ. അത് ബിനാലെ. അല്ല ബിനാലെ ആണോ? കൊച്ചി ബിനാലെ, ഫോർട്ട് കൊച്ചി ബിനാലെ. ബിനാലെ വേറെയാ. ആ ആർട്ടൊക്കെ വെക്കുന്ന സംഭവം എന്താ? അതാ ബിനാലെ എന്ന് തോന്നുന്നു. ഇത് കൊച്ചിൻ കാർണിവൽ എന്തോ അറിയാ അവര്. ലൂക്കയില് കാണുന്ന സംഭവല്ലേ? ആ ലൂക്കയില് ബിനാലെ. അതെന്താ, അതെപ്പോഴുണ്ടാവുക? അതെനിക്കറിയില്ല. ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു ടൈമിൽ വന്നു. അത് അങ്ങനെയല്ല, അത് സ്പെഷ്യൽ ആയിട്ട് ആ ഒരു ഇവന്റ് നടക്കുന്ന ഒരു സമയം വേറൊരു സ്ഥലത്താണ് അത് വെക്കുന്നത്. അത് എവിടെയാ ഉണ്ടാവുക, എന്താണ് സംഭവം, അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ച് ഈ ന്യൂ ഇയറിന്റെ സമയത്ത് ഇതിന് സ്പെസിഫിക് സ്ഥലം ഉണ്ടാവും. എന്നിട്ട് അവര് ഒരു പുള്ളി നമ്മൾ അവിടെ ചെന്നപ്പോ കണ്ടില്ലേ, പുള്ളി ഒരു കട പോലെ എടുത്തിട്ട് അതിന്റെ അകത്ത് പുള്ളി ഡ്രോയിങ് ഒക്കെ ചെയ്തോണ്ട് പ്രായം ഇങ്ങനെ താടിയുള്ള ഒരാള് കണ്ടില്ലേ, പുള്ളിന്റെ ആർട്ടൊക്കെ ചെയ്ത വെച്ച റൂമില്. മേ ബി അതൊക്കെ ഇതിനു വേണ്ടി അടുത്തതിനു വേണ്ടി ചെയ്യുവാണോ എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനം എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും അറിയില്ല കറക്റ്റ്. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. കൊച്ചി ബിനാലെ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. അല്ല ബിനാലെ തന്നെ ആണോന്ന് എനിക്ക്, ഞാൻ ഉദ്ദേശിച്ച ലൂക്കയിൽ കാണുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, ലൂക്കയിലുള്ള ഒരു സീൻ. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഈ കൊച്ചിയിലെ ബിനാലെ ആ ലൂക്കയിൽ കാണുന്ന സീൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, ആ സമയത്ത് നമ്മൾ പോയി കാണാൻ വേണ്ടിട്ട്. എവിടെയാ നീ? ഇവിടെയാണോ? ഈ സൈഡിലാണോ? ഈ സൈഡിലാണോ? എന്താ ഗൈസ്, നമ്മളെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളെ ഇന്നത്തെ നൈറ്റ് ഔട്ട്, ഫോർട്ട് കൊച്ചിയിലെ നൈറ്റ് ഔട്ട് എല്ലാം കഴിഞ്ഞു ഗൈസ്. എന്താ ട്രീയില് ലൈറ്റ് ഇടാത്തോണ്ട് അത്ര ഒരു വൈബായില്ല. അതെങ്ങനെ ആ ട്രീ ബ്രൈറ്റ് ആയിരിക്കുമ്പോഴാണ് അവിടുത്തെ ഫുൾ വൈബേ അതാണ്. അതെ, ട്രീ ഒന്ന് ലൈറ്റ് ഓൺ ആയാലും ആ ഏരിയയിൽ കുറച്ചും കൂടെ നല്ല വെട്ടം വന്ന് നല്ല വൈബാവും. അപ്പൊ ട്രീ എന്തായാലും നാളെ ലൈറ്റ് ചെയ്യും. അപ്പൊ അത് നമുക്ക് നാളെ ഇനി വന്ന് കാണാൻ പറ്റുമോ, എപ്പോഴേലും വന്നാൽ ഇനി കാണാം. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഫോർട്ട് കൊച്ചിയിലെ അവിടുത്തെ സ്ട്രീറ്റിലെ വൈബൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ആ വലിയ ഗ്രൗണ്ടിൽ അവിടെ ഇറങ്ങിയിട്ടില്ല, നമ്മൾ അകത്ത് കയറിയിട്ടൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഒരു ഫുഡ് കോർട്ടും പിന്നെ കുറച്ച് ആൾക്കാർ നടക്കുന്ന അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു വൈബ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ന്യൂ ഇയർ ഒക്കെ ആവുമ്പോൾ നല്ല സെറ്റ് ആവും തോന്നുന്നു. ഇനി തോന്നുന്നില്ല നെക്സ്റ്റ് ഡേ തൊട്ട് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഫുൾ തിരക്കായിരിക്കും ഈ സൈഡൊക്കെ. അതുകൊണ്ട് നമ്മളും കുറച്ച് തിരക്കിലാണ്. സോ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് വരാൻ പറ്റുമോന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വന്നാൽ അപ്പൊ കാണാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഡേ വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ ഗൈസ്. ഈ വ്ളോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഗൈസ്. സോ അപ്പൊ നമ്മളെ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. പോയല്ലേ? യെസ്, ഇനി പോയിട്ടൊന്ന് ഉറങ്ങണം. ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബൈ ഗൈസ്. ബൈ.